എന്നും ഡയറ്റ് ചെയ്യുന്നതുകൊണ്ട് രാവിലെ മുട്ട പുഴുങ്ങിയതും പൊരിച്ചതൊക്കെ കഴിച്ച് മരവിച്ചിട്ടുണ്ടാവും അല്ലേ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതേപോലുള്ള ഹെൽത്തി ഡിഷസുമായിട്ട് വീഡിയോ വരുന്നതായിരിക്കും. അതുകൊണ്ട് മറക്കാണ്ട് ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. 3 മുട്ട ഒരു ബൗളിലേക്ക് ആദ്യം പൊട്ടിച്ചിടാം. ഇതിൽ ഓണിയൻ, ഗ്രീൻ ചില്ലി, ക്യാബേജ്, ക്യാരറ്റ് ഇതൊക്കെ ചെറുതായിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കുക. കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ ഇതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാതെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കാം. പാൻ ചൂടായി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ്. എൻ്റെ കയ്യിൽ ഒലിവ് ഓയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാരണ വെജിറ്റബിൾ ഓയിലാട്ടോ യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണേ. അപ്പോൾ ഇതിലേക്ക് ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ മുട്ടയിലും ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് വെജിറ്റബിൾസ് ഇടുമ്പോൾ സൂക്ഷിക്കുക. ശകലം ഉപ്പിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. നമ്മൾ വെജിറ്റബിൾസ് ഏകദേശം ഒന്ന് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ഒഴിക്കാം. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒന്ന് കവറായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബ്ലാക്ക് പെപ്പറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ മുട്ട ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലതുപോലെ കുക്ക് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറച്ചിട്ടിട്ട് നല്ലപോലെ ഒന്നുകൊണ്ട് കുക്ക് ചെയ്തെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ കഴിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെയും കഴിക്കാൻ കേട്ടോ. ഇത് ഏകദേശം ഫുൾ വെന്തിട്ടുണ്ട്. ചിലവർക്ക് മുട്ട നല്ലപോലെ വേവണമെന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇത് നമ്മളൊരു പാത്രം ഇതിൻ്റെ മണ്ടയിൽ കമത്തിയതിന് ശേഷം വേണം മുട്ട അതിലേക്ക് മാറ്റിയിടാൻ. ഇല്ലാതെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ട പൊടിഞ്ഞു പോവും. അതുകൊണ്ട് അങ്ങനെ എടുക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ട ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഇഷ്ടത്തിന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഇങ്ങനെ കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് കഴിക്കാനായിട്ട് നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. ഇത് നമുക്ക് ടൊമാറ്റോയൊക്കെ ആഡ് ചെയ്യാം. നമ്മളുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതിങ്ങനെ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കാം. അപ്പോൾ